നമുക്ക് സേതുവിന്റെ പല്ലുപിടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ലക്ഷ്മിയമ്മ സേതുവിനോട് വഴക്കടിച്ച് മുറിയിലേക്ക് കയറി ഓടിപ്പോവാണ്. ആ സമയം പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുക. നല്ലൊരു പിറന്നാൾ ദിവസമാണ്. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴേക്കും പല്ലവി ലക്ഷ്മിയമ്മയുടെ പിന്നാലെ കയറി ചെന്നു. ആ സമയം ലക്ഷ്മിയമ്മ കഥ അടച്ച് കുറ്റിയിട്ടുണ്ടായിരുന്നു. പല്ലവി തുറക്കുന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചു. പക്ഷെ ആരും തുറന്നില്ല. സേതുവേട്ടാന്ന് പറഞ്ഞ് പല്ലവി വിളിക്കുക. അപ്പോഴേക്ക് സേതു ശ്രീഹരി എല്ലാം കൂടെ ഓടിച്ചെന്നു. അവരങ്ങനെ കഥയൊക്കെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ലക്ഷ്മിയമ്മ ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുകയാണ്. കൈഞ്ഞരമ്പ് മുറിച്ച് ലക്ഷ്മിയമ്മ ആത്മഹത്യാശ്രമം നടത്തി. അങ്ങനെ പിടിക്കട ശ്രീഹരി എന്നും പറഞ്ഞ് സേതു ശ്രീഹരി എല്ലാരും കൂടെ ചേർന്നിട്ട് ലക്ഷ്മിയമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയം ഋതു മുറിയിലേക്ക് കയറി വരുമോ പൊന്നുമടത്തില്. തന്റെ മുറിയിലേക്ക് കയറി വരണ സമയത്ത് ആകെ പഴയ ടെൻഷനായിട്ട് ഇന്ദ്രൻ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. ആ നടപ്പ് കണ്ടപ്പോ തന്നെ ഒരു കാര്യം മനസ്സിലായി ഋതുവിന്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എന്തോ ഒരു അടി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കില്ല. അങ്ങനെ ഋതു അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? എനിക്ക് അങ്ങോട്ടേക്ക് കയറി വരാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു, നിന്റെ തന്തേനുണ്ടാക്കിയിട്ടിരിക്കുന്ന സ്യൂട്ട് റൂമല്ലേ, നീ ഇങ്ങോട്ട് കയറി വാ. അതിനിപ്പോ എന്നോട് അനുമതി ചോദിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, ഞാനങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ. എന്തോ ഭയങ്കര ടെൻഷനാന്ന് തോന്നല്ലോ. എവിടുന്നോ എന്തോ ഒരു അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്ര ടെൻഷൻ. അത് കേട്ടപ്പോ ഇന്ദ്രന്റെ മുഖം ഇങ്ങോട്ട് മാറി. ഇന്ദ്രന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് രാജലക്ഷ്മിയുടെ മുഖം ഓർമ്മ വരുവാണ്. രാജലക്ഷ്മി തന്റെ അമ്മ തന്റെ കവളത്തടിച്ച് പറഞ്ഞ കാര്യം, നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ നടക്കാനായിട്ട്? എനിക്ക് വയ്യാതെ വരുമ്പോൾ നോക്കാനായിട്ട് എന്റെ പാറുവും വിഷവും ഉള്ളൂ. നീ ഒന്ന് പോടാ. നീ എനിക്ക് ആരുമല്ല. മര്യാദയ്ക്ക് പൊക്കോടെ അവിടുന്ന്. നീ ആ സേതുവിനെ കണ്ടുപിടിക്കുക. അവൻ എങ്ങനെയാ അവന്റെ അമ്മയെ നോക്കുന്നതെന്ന്. അവന്റെ കാല് കഴിപ്പോയി വെള്ളം കുടിക്കടാ. അതാണ് വീണ്ടും വീണ്ടും ഇന്ദ്രന്റെ മനസ്സിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു, എന്റെ അമ്മ പോലും എന്നെ ചവിട്ടി പുറത്താക്കി. ഇപ്പൊ എനിക്ക് ആരുമില്ല. എന്റെ അമ്മയെ എല്ലാത്തിനും എന്നോടൊപ്പം നിന്നിട്ട് ഇപ്പൊ അവര് നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു, ആ സേതുവാണ് നല്ലവരെന്ന് പോലും. ഏകദേശം കാര്യങ്ങളുടെ രൂപമൊക്കെ ഋതുവിന് മനസ്സിലായി. അപ്പൊ ഋതു പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. സ്വന്തം അമ്മ തന്നെ നിങ്ങളെ തള്ളി പറഞ്ഞല്ലേ. കൊള്ളാം, നിങ്ങളുടെ അമ്മയെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ അമ്മയെ ഒന്ന് കാണുവാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചാനും. അതേടി, എന്നെ തോൽപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കാനാ നിനക്ക് ആഗ്രഹമല്ലേ? അതെ, ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെ തോൽപ്പിക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കും. എന്നിട്ട് അവരോടൊപ്പം ചേർന്ന് ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടത് ഇന്ദ്രന് ദേഷ്യമായി. ഇതും പറഞ്ഞ് ഋതു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം ഇന്ദ്രൻ പറഞ്ഞ്, നിക്കടി അവിടെ എന്ന് പറയാണ്. എടി, എന്നെ ആരും നോക്കിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലടി. എന്നോടൊപ്പം ആരും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വെറും പുല്ലാടി. ഇനിയിപ്പം ചത്തുപോകുന്ന നീയാണെങ്കിലും ശരി, നിന്റെ വയറ്റി വളർന്ന കുഞ്ഞാണെങ്കിലും ശരി, എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെയാണോ എന്ന് പറയണ. അത് കേട്ടപ്പോൾ ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇന്ദ്രനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളെന്ന് രാജലക്ഷ്മി അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, സ്വന്തം പെറ്റമ്മ മുഖത്ത് നോക്കി പറഞ്ഞ, അതിലിപ്പോ ഒരു അപമാനോ അടിയും കിട്ടാനില്ല ഇന്ദ്രന്. അപ്പൊ ആ ഒരു ദേഷ്യമായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ. അതേസമയം ഹോസ്പിറ്റലില് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി ശ്രീഹരി വന്നു. പിന്നീട് സേതുവിനോട് പറഞ്ഞു, സേതുവിന് ആഹാരം എന്തെങ്കിലും കഴിക്കുക. എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ കഴിക്കാതെ കുടിക്കാതെ നടന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം വേണ്ടെന്ന് ചോദിച്ചു. സേതു പറഞ്ഞു, എന്തിനാ ആരോഗ്യം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജീവൻ കൊടുത്തും ചോര ഊറ്റി കൊടുത്തു അമ്മേ ഒരു വീട്ടില് രക്ഷിച്ചോണ്ട് വന്ന. എന്നിട്ട് അമ്മ തന്നെ കണ്ടില്ലേ ഇപ്പൊ നടത്തിയത് എന്താ? നമ്മളോട് എന്തോ വാശി പോലെ. അമ്മ ഇതൊക്കെ എന്തിനാ ചെയ്തു കൂട്ടുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പല്ലവി. അത് കേട്ട പല്ലവി പറഞ്ഞു, സേതുവേട്ട, നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തോ ഒരു കാര്യം അമ്മയുടെ മനസ്സിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ ശ്രദ്ധിച്ചോ? ഇന്നലെ രാത്രി നമ്മൾ അമ്മയ്ക്ക് ആപത്ത് സംഭവിച്ചെന്ന് അറിഞ്ഞ് ഓടി വന്നു കഴിഞ്ഞപ്പം കഥവൊക്കെ തുറന്നു കിടക്കുമായിരുന്നു. അമ്മ കഥവ് പോലും കുറ്റിയിടാതെയായിരുന്നു മുറിയിൽ പോയി കിടന്ന്. എന്തോ ഒരു കാരണമില്ലേ, നമ്മളറിയാത്തില്ലാത്ത എന്തോ ഒരു കാരണമുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാകാത്തെ. അത് കണ്ടുപിടിക്കണം. അമ്മയ്ക്ക് ഇപ്പൊ പൊന്നുംപടങ്കാരുടെ മൊത്തം ശത്രുതയാ. അതുപോലെ തന്നെ സേതുവേട്ടനോടും ശത്രുതയുണ്ട്. അതിന് ഞാൻ എന്ത് തെറ്റാ പല്ലവി ചെയ്തേ? ഞാൻ എന്തെങ്കിലും ചെയ്തോ? അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അത് സേതുവേട്ടാ. പക്ഷെ എന്തോ നമ്മളറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, സേതുമാധവനെ ഡോക്ടർ വിളിക്കുന്നു പറയണം. അത് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീഹരി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് ചെല്ല്. അമ്മയുടെ അടുത്ത് ഞാൻ നിന്നോളാം. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സേതുവും പല്ലവിയും ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. പിന്നീട് ഡോക്ടർ സേതുവിനോട് ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുങ്ങുന്നേ, നിങ്ങളുടെ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് അവര് പെട്ടെന്നുണ്ടായ ഒരു ഇതിന്റെ പേരിലാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. പക്ഷെ ഇപ്പൊ അവരെന്തോ ആലോചിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു. നിങ്ങളോട് അവർക്ക് എന്തോ ഒരു വാശിയും വൈരാഗ്യം ഉള്ള പോലെ എനിക്ക് തോന്നേ. അതുകൊണ്ടാണ് അവര് നിങ്ങളുടെ അടുത്ത് വന്നിട്ടും ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. നിങ്ങളെ ആക്രമിച്ചിട്ട് അവര് സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. നിങ്ങളോടൊപ്പം ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും.
സേതു പറഞ്ഞു, അതിന് ഡോക്ടർ ഞാനൊന്നും ചെയ്തിട്ടില്ലോ. ശരിയായിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നു കൂടിയിട്ടുണ്ട്, അതെന്താന്നറിയില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇനിയിപ്പോ എന്താ ഡോക്ടർ ചെയ്യണ്ടേ? ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, തീപ്പെട്ടിക്കുള്ളി വെടിമരുന്നും അടുത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും? അത് പൊട്ടിത്തെറിക്കുമല്ലോ എന്ന് പറഞ്ഞല്ലേ ഇപ്പം സേതുവിന്റെ അമ്മ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അത് മാറ്റി വെക്കാൻ നമ്മൾ ശ്രമിക്കണം അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മയും മോനും അകന്ന് കഴിയട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞ, അത് പറ്റില്ല ഡോക്ടറെ, ഇപ്പം സേതുവേണ്ട സംരക്ഷണയിലാണ് അമ്മ. ആയിക്കോട്ടെ, സംരക്ഷണയിൽ ആയിക്കോട്ടെ, അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ തൽക്കാലം അത് അമ്മയെ അറിയിക്കാതിരിക്കുക. സേതു പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എത്ര അകലേക്ക് മാറിപ്പോയാലും എനിക്ക് ഒരുക്കമാണ് ഡോക്ടറെ, ഞാൻ എന്ത് വേണം ചെയ്തോളാന്ന് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. അറിയാലോ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പക്ഷേ ഇനിയും നിങ്ങളുടെ സംരക്ഷണയിലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയും ലക്ഷ്മിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും, ജീവൻ തിരികെ പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തകർന്ന മനസ്സോടുകൂടി സേതുവും പല്ലവിയും ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നീട് പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട, ഇത് അമ്മയായിട്ട് ഒരു അകൽച്ചയായിട്ട് സേതുവേട്ടൻ കണക്കാക്കണ്ട, അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാന്ന് കരുതിയാൽ മതി. ഞാൻ എന്താ പല്ലവി ചെയ്യണ്ടേ? നിനക്കറിയാലോ, അമ്മയുടെ ജീവിതത്തിൽ ഞാൻ ഒരു ശല്യമാകണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ മേലെടുത്ത് തറവാട്ടിലേക്ക് പോകാതിരുന്നേ. അമ്മ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ അമ്മയുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അമ്മയുടെ ജീവിതമായിരുന്നു പ്രധാനം. എന്നിട്ട് പോലും നിനക്കറിയാലോ, നമ്മൾ അന്ന് ആ ഹോട്ടൽ റൂമിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ അന്ന് അമ്മയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയാനോ. അവിടെ നിന്ന് അമ്മയെ തിരികെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയത് ഞാനല്ലേ. എന്നിട്ടോ അതിനുശേഷം ഒരു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ എന്തെന്ന് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്, എൻ്റെ പെറ്റമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ. പക്ഷേങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് ഏറ്റവും വലിയ ശത്രുവായി. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകത്തെ. സേതോട്ട, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതൊരു അസുഖമായിട്ട് കണ്ടാൽ മതി ഈ അമ്മയുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷന്. കാരണം അമ്മയ്ക്കൊരു വയ്യാത്തൊരു അസുഖം വന്നു. അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് സേതുവേട്ടൻ കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് മാത്രം കരുതിയാൽ മതി. അതിൽ കൂടുതലൊന്നും സേതുവേട്ടൻ വിചാരിക്കുക പോലും വേണ്ട. എന്നാലും പല്ലവി, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് സേതുവേട്ടന്റെ മാനസിക ബുദ്ധിമുട്ട് എന്താന്ന്. സേതുവേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കുക. അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറുന്നേ. അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും കല്ലേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം. ആ സാവകാശം പെട്ടെന്ന് അതും കൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല. സേതുവേട്ടൻ ഇച്ചിരി ആത്മസംയമനം പാലിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് സേതു എന്നോട് പല്ലവി പറഞ്ഞു, ഇപ്പൊ അമ്മ ഉണർന്നു കാണും, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, ശ്രീഹരിയല്ലേ അവിടെ ഉള്ളൂ. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഞാനിപ്പോൾ ഫ്രീ ആണല്ലോ, പല്ലവി പൊയ്ക്കോ, എനിക്കിഷ്ടം പോലെ സമയമുണ്ട്, അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അമ്മയുടെ അടുത്തിരിക്കേണ്ട, ഒന്നും വേണ്ട, ഞാനിപ്പോൾ ആരും ഇല്ലാതായി തീർന്നില്ലേ. സേതുവേട്ട ഇങ്ങനൊന്നും പറയരുത് സേതുവേട്ട, ഞാനില്ലേ സേതുവേട്ട, ആരൊക്കില്ലേലും സേതുവേട്ടനോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിച്ചിട്ട് പല്ലവി ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പോവാ. ആ സമയത്തും വല്ലാതെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സേതു ഇരിക്കുക. സേതുവിന്റെ മനസ്സിലേക്ക് തന്റെ അമ്മയുടെ മുഖം വന്നു. തന്റെ അമ്മ ഒരു പക്ഷെ തന്നോടൊരു ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പല്ലവി പറഞ്ഞ പോലെ ഒരു കാരണം കാണുമായിരിക്കും. അതെന്താന്ന് മാത്രമാണ് ഇപ്പൊ അറിയത്തില്ലാതെ. അതെങ്ങനെയും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എന്നൊക്കെ സേതു വിചാരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.